Hi all. KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബോൾട്ടഡ് ജോയിൻറ്റിൻ്റെ തന്നെ എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ കണ്ടീഷനിൽ എങ്ങനെയാണ് ഈ ഒരു ജോയിൻറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ലോഡിങ്ങിൻ്റെ കേസ്, അതേപോലെ ഇനീഷ്യൽ ടൈറ്റനിങ് വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് ബോൾട്ട് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ എക്സെൻട്രിക് ലോഡുകൾ ആക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഇപ്പോൾ പല സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ് വരുമ്പോഴും ബോൾട്ടഡ് ജോയിൻസിൽ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോൾട്ടിൻ്റെ ആക്സിയൽ ഡയറക്ഷനിൽ നിന്ന് ഓഫ്സെറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സെൻട്രിക് ലോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, വോൾ ബ്രാക്കറ്റ്സ്, പില്ലർ ക്രെയിൻസ് ഒക്കെ. അപ്പോൾ ഈ ഒരു വോൾ ബ്രാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ബോൾട്ടുകൾക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷനിലാണ് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഹാങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെയിറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, അതേപോലെ അവിടെ വയ്ക്കുന്ന ബോൾട്ടുകളുടെ ആക്സിസിൻ്റെ ഡയറക്ഷനൊക്കെ നോർമലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ വരുന്ന കേസിലാണ് എക്സെൻട്രിക് ലോഡിങ്. അതേപോലെ പില്ലർ ക്രെയിൻ. ഇപ്പോൾ ഈ പില്ലർ ക്രെയിനിൽ ഇവിടെ ഈ ഒരു ബേസ് പോർഷനിലും അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ബോൾട്ടഡ് ആയിട്ടുള്ള ജോയിൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബോൾട്ടിൻ്റെ ഒക്കെ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ബോൾട്ടിൻ്റെ ആക്സിസ് വരുന്നത്. അതേസമയം ലോഡ് അവിടെ നിന്ന് ഓഫ്സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ, വെർട്ടിക്കലായിട്ട് തന്നെയാണ് പക്ഷേ ഓഫ്സെറ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ കേസിൽ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ദെൻ എക്സെൻട്രിക് ലോഡിങ് തന്നെ നമ്മൾ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, ലോഡിൻ്റെ ഡയറക്ഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടിൻ്റെ ആക്സിസും അവിടെ ആക്ട് ചെയ്യുന്ന എക്സെൻട്രിക്കായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ ഡയറക്ഷനും വെച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. 3 കാറ്റഗറിയാണുള്ളത്. ഫസ്റ്റ് വൺ, ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോൾട്ടിൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ബോൾട്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗറിലുള്ളത് അങ്ങനത്തെ ഒരു കേസാണ്. ഇവിടെ ബോൾട്ടുകൾ ഒരു ഡയറക്ഷനിലുണ്ടാവും. ദെൻ അതിന് നോർമൽ ഡയറക്ഷനിൽ എക്സെൻട്രിക് ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഡയറക്ഷനിൽ എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുക. ആദ്യം പറഞ്ഞ പാരലൽ കേസ് ഈ ഒരു പില്ലർ ക്രെയിൻ്റെ കേസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ബോൾട്ടിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതിന് പാരലായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ എക്സെൻട്രിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് ഇൻ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ബോൾട്ട്. ബോൾട്ടുകൾ ഇരിക്കുന്നത് ഒരു പ്ലെയിനിലാണെന്ന് വിചാരിക്കുക, അതേ സെയിം പ്ലെയിനിൽ തന്നെ ഒരു എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന കേസാണ് മൂന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഈ 3 കേസും ഒന്നുകൂടി നമ്മൾ ഇതിൻ്റെ 3 കേസിനും ഉള്ള ഫിഗേഴ്സ് കൂടി നമ്മൾ ഇത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഫിഗേഴ്സ് കൂടി വെച്ചിട്ടൊന്നുകൂടി പറയാം. ഇതാണ് ഫസ്റ്റ് കേസ്, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി ബോൾട്ട്. അപ്പോൾ ഇവിടെ ഒരു വോൾ ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ബോൾട്ടുകൾ കൊടുക്കുന്ന പോർഷൻ. അതേപോലെ ഇവിടെ ലോഡ് W എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ബോൾട്ടാണ് ആക്ച്വലി ഈ ഒരു കമ്പോണൻറ്റിൽ വരുന്ന. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവും ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ബേസ് ആണ് ഇതിന് വരുന്നത്. അതേപോലെ 4 ബോൾട്ടുകൾ ഇടാനുള്ള പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈൻ ഷാഫ്റ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ബ്രാക്കറ്റാണിത്. അപ്പോൾ ആ ഒരു ഷാഫ്റ്റ് കടന്നു പോകാനായിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഹോള് ഉള്ള ഒരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു കമ്പോണൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഷാഫ്റ്റ് കടന്നു പോകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ലോഡിനെയാണ് W എന്ന് പറയുന്നത്. അത് ബോൾട്ടുകളുടെ ആക്സിസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ലോഡിൻ്റെ ഡയറക്ഷൻ ബോൾട്ടുകളുടെ ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് കേസ്, ലോഡ് ആക്ടിങ് എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ബോൾട്ട്.
ബോൾട്ടുകളുടെ ആക്സിസിന് നോർമലായിട്ട് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു വാൾ ബ്രാക്കറ്റ്, അപ്പോൾ ഇതിൽ 4 ബോൾട്ടുകൾ ഇവിടെ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇതിങ്ങനെ ഒരു വോളിലേക്ക് ഈ ഒരു ബ്രാക്കറ്റ്, ഇത്രയുമാണ് നമ്മുടെ ബ്രാക്കറ്റ്, ഇത് ഒരു വോളാണ്, ഈ വോളിലേക്ക് ഇത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ബ്രാക്കറ്റിന്, അതിൽ ഒരു W എന്ന് പറയുന്ന ലോഡ്, എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ലോഡ് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഡിൻ്റെ ഡയറക്ഷനും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടുകളൊക്കെ ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഒരു വോളിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ദെൻ ഇതാണ് തേർഡ് കേസ്, ഇൻ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദി ബോൾട്ട്സ്. അപ്പോൾ ഇവിടെ 2 പ്ലേറ്റുകൾ, ഇവിടെ ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു ബീമോ അല്ലെങ്കിൽ ഒരു കോളം അവിടെ ഉണ്ടായിരിക്കും, അതിലേക്ക് ഒരു പ്ലേറ്റ് നമ്മൾ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ 4 ബോൾട്ടുകൾ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഈ ഒരു സർഫസിലേക്ക് നമ്മൾ ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു പോയിന്റിൽ, അപ്പോൾ ഇതിൻ്റെ ഈ 4 ബോൾട്ടുകളുടെയും ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് G എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ എക്സെൻട്രിസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോൾട്ട് ഗ്രൂപ്പിന് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് ഇതിൻ്റെ ഒരു എഫക്റ്റീവായിട്ട് ഈ ലോഡിൻ്റെ ആക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എക്സെൻട്രിസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടെയാണ് ഈ ഒരു ലോഡ് W ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോൾട്ടുകൾ ഇരിക്കുന്ന ആ ഒരു സെയിം പ്ലെയിനിൽ തന്നെയാണ് ഈ ഒരു ലോഡും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ 2 കണ്ടീഷനിലും ആ ഒരു സെയിം പ്ലെയിനിലല്ല, നോർമലായിട്ടുള്ള വേറൊരു പ്ലെയിനിലാണ് ലോഡ് ആക്ട് ചെയ്തിരുന്നത്. ഇവിടെ ബോൾട്ട് ഗ്രൂപ്പ് ഇരിക്കുന്ന ആ ഒരു സെയിം പ്ലെയിനിൽ തന്നെയാണ് നമ്മുടെ വെയിറ്റും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ കേസിലുള്ള 3 കാറ്റഗറീസ്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറി വെച്ച് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസ്, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ബോൾട്ട്സ്. ഈ ഒരു കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ബ്രാക്കറ്റ് തന്നെയാണ് ഇത്. ഒരു സീലിങ്ങിലേക്ക് നമ്മൾ പിടിപ്പിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഒരു റൂമിൻ്റെ സീലിങ്ങിൽ നമ്മൾ പിടിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവർ ഫിക്സഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും മുകൾ ഭാഗം, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് എഡ്ജ് ഫിക്സഡ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇത് ഒരു വോളിനോട് ചേർന്ന് ഫിക്സഡ് ആയിട്ടിരിക്കും. ദെൻ ഇവിടെ ഒരു ലൈൻ ഷാഫ്റ്റോ എന്തെങ്കിലും ഈ ഒരു ഹോളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു റെക്റ്റാങ്കുലർ ബേസ് ആണുള്ളത്. ഈ ഒരു ഐസോമെട്രിക് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. 4 ബോൾട്ടുകളാണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ W എന്ന് പറയുന്നൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഈ ഒരു എഡ്ജ്, ഇവിടെ A എന്ന് പറയുന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് വ്യൂവിൽ അതൊരു പോയിൻ്റ് പോലെയാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യൂവിൽ ഇതൊരു ലൈനായിട്ട്, ഫ്രണ്ട് വ്യൂവിൽ ഇതൊരു ലൈൻ പോലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു എഡ്ജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു എഡ്ജിന് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ W എന്ന് പറയുന്ന ഒരു ലോഡ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ എക്സെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മളിതിനെ ഫിക്സ് ചെയ്യാനായിട്ട് 4 ബോൾട്ടുകളാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ 4 ബോൾട്ടുകളിൽ ഉണ്ടാകുന്ന, അതായത് 2 തരം ലോഡുകളാണ് ഈ പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ ഫിക്സ് ചെയ്യുമ്പോൾ അവിടുത്തെ ബോൾട്ടുകളിൽ ഉണ്ടാകുന്നത്. ഓക്കെ, 2 ടൈപ്പ് ലോഡ്, ഈ ഒരു W എന്ന് പറയുന്ന ഒരു ലോഡ് കാരണം 2 തരത്തിലുള്ള ലോഡുകൾ നമ്മുടെ ബോൾട്ടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ആ ഒരു ലോഡിൻ്റെ ഒരു ഫസ്റ്റ് കാറ്റഗറീനെ നമ്മൾ പ്രൈമറി ഓർ ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് എന്ന് വിളിക്കും. ദെൻ അടുത്തത് സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഡ്യൂ ടു ടേണിങ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു W എന്ന് പറയുന്ന ലോഡ് കാരണം 2 കമ്പോണൻറ്റ് ലോഡുകളാണ് നമ്മുടെ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിനെ നമ്മൾ F1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ഒരു എക്സെൻട്രിക് ലോഡിൻ്റെ വാല്യൂവിനെ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4 ബോൾട്ടുകളാണുള്ളത്. അപ്പോൾ 4 വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബോൾട്ടിലുമുള്ള ഒരു ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ
നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ടെൻസൈൽ ലോഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡിനെ നമ്മൾ 4 ബോൾട്ടിലേക്കും ഈക്വലി ഷെയർ ചെയ്യലാണ് ഈ ഒരു പ്രൈമറി ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യുന്നത്. ദെൻ അടുത്ത ലോഡ് എന്ന് പറയുന്നത് ടേണിംഗ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ലോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഒരു ടേണിംഗ് എഫക്റ്റ്? ഈ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഫെയിലിയറിന് അവിടെ ഒരു ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് ഇൻ കേസ് നമ്മുടെ ബോൾട്ടുകൾക്ക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഡീഫോർമേഷൻ സംഭവിച്ച് ഈ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ബെൻഡായി വരാൻ സാധ്യതയുണ്ട്. ബ്രാക്കറ്റ് ബെൻഡാവല്ല ചെയ്യുന്നത്, ഇവിടുത്തെ ബോൾട്ടുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ബോൾട്ടുകളുടെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ലോഡാണ് ഇതിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡ്ജിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ ഒരു എഡ്ജ് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും, ആ ഒരു എഡ്ജ് ഈ സീലിങ്ങിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പോണൻ്റ് ഇങ്ങനെ ടേൺ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒന്നാമത്തെ ഒരു ബോൾട്ട് ലൈൻ ഉണ്ട്, ആ ലൈനിൽ 2 ബോൾട്ടുകൾ ആ ഒരു ലൈനിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ബോൾട്ട് ലൈനിലും ഇതേപോലെ 2 ബോൾട്ടുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള ബോൾട്ടുകളിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ, ഇവിടുത്തെ ലോഡ് കാരണം ഇതിലുണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δ1 ആണ്. രണ്ടാമത്തെ ബോൾട്ട് ലൈനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിഫ്ലക്ഷൻ്റെ വാല്യൂ Δ2 ആണ്. അപ്പോൾ ഇതിൽ Δ2ൻ്റെ വാല്യൂ ആണ് കൂടിയിരിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു ലൈനിലുള്ള രണ്ടാമത്തെ ബോൾട്ട് ലൈനിലുള്ള ബോൾട്ടുകളിലാണ് കൂടുതൽ ലോഡും ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ടേണിംഗ് എഫക്റ്റ് കാരണം ഹെവി ലോഡ് വന്നിട്ട് ബോൾട്ടുകൾ ഇങ്ങനെ ഡീഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഒരു ടേണിംഗ് എഫക്റ്റ് കാരണമാണ് ഉണ്ടാവുക. ദെൻ ആ ഒരു ടേണിംഗ് എഫക്റ്റ് കാരണമുള്ള ലോഡ് അതും ഒരു ടെൻസൈൽ ലോഡാണ്. ഈ ബോൾട്ടിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ടേണിംഗ് എഫക്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേണിംഗ് എഫക്റ്റ് കാരണമുള്ള ടെൻഷൻ ലോഡിനെയാണ് നമ്മൾ F2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് സെക്കൻഡറി ടെൻസൈൽ ലോഡാണ്, ടേണിംഗ് എഫക്റ്റ് കാരണമാണ് അത് ഉണ്ടാവുന്നത്, അതാണ് F2. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഓരോ ബോൾട്ടിലും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും ടെൻസൈൽ ടൈപ്പ് ലോഡുകളാണ്, പ്രൈമറി ടെൻസൈൽ ലോഡ്, സെക്കൻഡറി ടെൻസൈൽ ലോഡ്. അപ്പോൾ ഇതിനെ നമുക്ക് റിസൾട്ടൻ്റ് ആക്കാനായിട്ട് എളുപ്പമാണ്, രണ്ടിനും ഡയറക്റ്റ് ആഡ് ചെയ്യാം. രണ്ടും ടെൻസൈൽ കാറ്റഗറിയിൽ വരുന്ന നോർമൽ സ്ട്രെസ്സുകളായ കാരണം രണ്ടിനും നമുക്ക്, അല്ലെങ്കിൽ നോർമൽ ലോഡുകളായ കാരണം ടെൻസൈൽ ലോഡുകളായ കാരണം രണ്ടിനും ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ ശരിക്കും പ്രൈമറി ടെൻസൈൽ ലോഡിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി, F1 = W/N എന്നുള്ള രീതിയിൽ. അതേസമയം F2 എന്ന് പറയുന്ന ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഡ്യൂ ടു ടേണിംഗ് എഫക്റ്റ്, അതിനെ നമ്മൾ F2 എന്ന് ഡിനോട്ട് ചെയ്തു. ഈ ഒരു F2 എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ഫിഗറൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇതിൽ ടേണിംഗ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേണിംഗ് എഫക്റ്റ് കാരണം അവിടെ ടോട്ടലി ഉണ്ടാകുന്ന ഒരു ടേണിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന വാല്യൂ, അത് നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ബ്രാക്കറ്റ്, ഈ ഒരു A എന്ന് പറയുന്ന ഒരു എഡ്ജ്, ഈ കാണിക്കുന്ന ഒരു എഡ്ജിൻ്റെ ബേസിലാണ് അത് ടേൺ ചെയ്യാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോഡ് ഇൻറ്റു ഈ ഒരു എഡ്ജിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ W/L ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേണിംഗ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഒരു ടേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു W/L എന്ന് പറയുന്ന സംഗതിയാണ്. ഇനി അതേസമയം ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഓരോ ബോൾട്ടുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ബോൾട്ട് ലൈനിൽ 2 ബോൾട്ട് ഉണ്ട്, രണ്ടാമത്തെ ബോൾട്ട് ലൈനിലും 2 ബോൾട്ട് ഉണ്ട്. അങ്ങനെ മൊത്തം 4 ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിനെ ഒരു സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സീലിങ്ങിലാണ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ 4 ബോൾട്ടുകളും ഒരു റെസിസ്റ്റിംഗ് മൊമെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോൾട്ടുകൾ എന്ത് ചെയ്യുന്നത്? ഒരു റെസിസ്റ്റിംഗ് മൊമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോഴാണ് ഇത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. ഈ ഒരു റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ബോൾട്ടുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും എന്തു ചെയ്യും, ഇത് ടേൺ ചെയ്ത് വരാനും ഈ ഒരു ഭാഗത്തുള്ള ബോൾട്ടുകളിലും ഇവിടെയൊക്കെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാനും ബോൾട്ടുകൾ ഫെയിൽ ചെയ്യാനും ഇത് മൊത്തത്തിൽ ഊരി ഇങ്ങോട്ട് പോരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെയിലിയർ ഒഴിവാക്കണം. അതിനനുസരിച്ച് നമുക്ക് ബോൾട്ടുകളെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് റിജിഡാണ്, ബ്രാക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിലൊന്നും നമുക്ക് സംശയമില്ല. അതേപോലെ ഈ ഒരു ബ്രാക്കറ്റ് പിടിപ്പിക്കുന്ന വോളും റിജിഡാണ്, അല്ലെങ്കിൽ അതിനൊക്കെ എല്ലാത്തിനും സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ ബോൾട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ ഫെയിൽ ആവാൻ സാധ്യതയുള്ള മെമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ബാക്കി എല്ലാതും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. നമ്മൾ ബോൾട്ടിൻ്റെ ഡിസൈനിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം കൂടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ W എന്ന് പറയുന്ന ലോഡ് കാരണം ഒരു ടേണിംഗ് മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ദെൻ നമ്മൾ പുതിയൊരു സ്മോൾ w എന്ന് പറയുന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതെന്ന് പറയുന്നത് ലോഡ് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു എ എന്ന് പറയുന്ന ടേണിംഗ് ഒരു എഡ്ജ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു W എന്ന് പറയുന്ന ഈ ഒരു ലോഡ് എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, ഈ W എന്ന് പറയുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റിംഗ് ലോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു എഡ്ജിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ W എന്ന് പറയുന്ന ടേം പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും നമുക്ക് ലോഡുകൾ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു റെസിസ്റ്റിംഗ് ലോഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് വെച്ചിട്ട് വേണം നമുക്ക് ഒന്നാമത്തെ ബോൾട്ട് ലൈനിലും രണ്ടാമത്തെ ബോൾട്ട് ലൈനിലും എത്ര ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിലും രണ്ടാമത്തെ ബോൾട്ട് ലൈനിലുമുള്ള റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോഡ് ഇൻറ്റു ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഒന്നാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് L1 ആണെന്നറിയാം, രണ്ടാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് L2 ആണെന്നും നമുക്കിവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലൈനിൽ ആക്ട് ചെയ്യുന്ന ലോഡും വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റെസിസ്റ്റിംഗ് മൊമെൻറ്റുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരേ പാരാമീറ്ററിൻ്റെ ബേസിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അസംഷൻ ചെയ്യുന്നത്. അതായത് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓരോ യൂണിറ്റ് ഡിസ്റ്റൻസ് നമ്മളിങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അവിടെ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ വാല്യൂ, യൂണിറ്റ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്റിംഗ് ലോഡിൻ്റെ വാല്യൂ എന്നുള്ളത് സ്മോൾ w ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ L1 എന്ന് പറയുന്ന ലൈനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യൂണിറ്റ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളെ നമ്മൾ L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള ലോഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള ഒരു ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്നുള്ളത് WL1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഒന്നാമത്തെ ബോൾട്ടിൽ ദെൻ ഇതിൻ്റെ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റിംഗ് ലോഡാണ് നമ്മൾ W ഇൻറ്റു L1 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. ദെൻ ഒരു റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ W എന്നുള്ളത് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ L1 എന്ന് പറയുന്ന ലെങ്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് L1 വരെയുള്ള ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ദെൻ അതിനെ നമ്മൾ വീണ്ടും L1 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു മൊമെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലൈനിലുള്ള ഒരു ബോൾട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ്. ഈ W എന്ന് പറയുന്ന ലോഡ് കാരണമുള്ള ടേണിംഗ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾട്ട് തരുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റിന് നമുക്ക് WL1² എന്നാണ് ഡിനോട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ആ ഒരു ബോൾട്ട് ലൈനിൽ തന്നെ രണ്ട് ബോൾട്ടുകൾ, ഒന്നാമത്തെ ബോൾട്ട് ലൈനിൽ ഒരു ബോൾട്ടല്ല 2 ബോൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഒന്നാമത്തെ ലൈനിലുള്ള ടോട്ടൽ റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്നുള്ളത് 2 ടൈംസ് ഓഫ് W ഇൻറ്റു L1² എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് രണ്ടാമത്തെ ബോൾട്ട് ലൈനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആ ഒരു എഡ്ജിൽ നിന്ന് രണ്ടാമത്തെ ബോൾട്ട് വരെയുള്ള
ആ ഒരു ഡിസ്റ്റൻസിലേക്ക് നോക്കിയിട്ട് അവിടെയുള്ള ലോഡിൻ്റെ വാല്യൂ നമുക്ക് W × L2 ഡിസ്റ്റൻസിലുള്ള ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ W × L2, ദെൻ അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ W × L2 WL2² എന്ന് കിട്ടി. ഇനി മൊത്തം അവിടുത്തെ രണ്ടാമത്തെ ബോൾട്ട് ലൈനിലെ റെസിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഓഫ് WL2² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ടേണിംഗ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന 2 കമ്പോണൻസ് ആണ് ഈ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ഈ ടേണിംഗ് ആൻഡ് റെസിസ്റ്റിംഗ് മൊമെൻറ്റ്സിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ w, ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടും: ക്യാപിറ്റൽ W × L ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് L1² പ്ലസ് L2². ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത, നമുക്കിതിൽ എല്ലാ പാരാമീറ്റേഴ്സും, ഈ W എന്ന് പറയുന്ന ടേം മാത്രമാണ് അൺനോൺ, നമുക്കിതെല്ലാം അറിയാൻ സാധ്യതയുണ്ട്. ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും നമുക്കവിടെ എത്രയാണ് അവിടുത്തെ ക്യാപിറ്റൽ W എന്ന് പറയുന്ന ലോഡിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. അതേപോലെ ഈ ഒരു എഡ്ജിൽ നിന്ന് Wയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ L എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ. ഓക്കെ, ക്യാപിറ്റൽ L നമുക്ക് ചോദ്യത്തിലുണ്ടായിരിക്കും. അതേപോലെ നമ്മൾ പറയുന്ന എഡ്ജിൽ നിന്ന് ഓരോ ബോൾട്ട് ലൈനിലേക്കുമുള്ള ഡിസ്റ്റൻസ് L1 L2 എന്നൊക്കെ പറയുന്ന ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് ചോദ്യത്തിലുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് യൂണിറ്റ് ലെങ്ത്തിലുള്ള ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡറി ടെൻസൈൽ ലോഡ് F2 എന്ന് പറയുന്ന ലോഡിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം W എന്ന് പറയുന്ന ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ടേം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ടേൺ ചെയ്യുമ്പോഴത്തേക്കുമുള്ള ഒരു ഡീഫോം ചെയ്ത് നിൽക്കുന്ന ഒരു ഫിഗർ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉള്ളൂ. രണ്ടാമത്തെ ബോൾട്ട് ലൈനിൽ Δ2 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കുറേ കൂടി കൂടുതലാണ്. അതായത് ഈ ഒരു എഡ്ജിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസിലിരിക്കുന്നോ അത്രത്തോളം ലോഡ് കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള ഒരു ബോൾട്ടിലേക്കുള്ള ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറവായ കാരണം ലോഡ് കുറവായിരിക്കും. ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ ബോൾട്ടിലേക്ക് ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ലൈനിലുള്ള ബോൾട്ടിലാണ് സെക്കൻഡറി ടെൻസൈൽ ലോഡ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ F2 എന്ന് പറയുന്ന ലോഡ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക ഈ ഒരു ലൈനിലുള്ള ബോൾട്ടിലാണ്. ഇപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള 2 ബോൾട്ടിലും സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അളവ് കുറവാണ്. രണ്ടാമത്തെ ബോൾട്ട് ലൈനിലുള്ള ബോൾട്ടുകളിലാണ് സെക്കൻഡറി ടെൻസൈൽ ലോഡ് F2ൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ F2 എന്ന് പറയുന്ന ലോഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ W × L2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഡ്യൂ ടു ടേണിംഗ് എഫക്റ്റ്. ആ ഒരു വാല്യൂ നമുക്ക് WL2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കാം. F1ൻ്റെ ഇക്വേഷനും F2ൻ്റെ ഇക്വേഷനും നമ്മുടെ കയ്യിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ടൻ്റ് ലോഡ് കിട്ടി. ഈ ഒരു റിസൾട്ടൻ്റ് ലോഡ് നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ആദ്യം ബോൾട്ടിൻ്റെ ഡിസൈനിൽ ഉപയോഗിച്ച ഇക്വേഷൻ, അതായത് ഒരു ടെൻസൈൽ ലോഡ് ഒരു ബോൾട്ടിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ടെൻസൈൽ സ്ട്രെസ് σT = ലോഡ് ബൈ കോർ ഏരിയ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ബോൾട്ട് ഡിസൈൻ ചെയ്തിരുന്നത്. ഇനിയുള്ളതൊക്കെ ആ പഴയ ഇക്വേഷൻസ് തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ ടെൻസൈൽ ലോഡ് ചുമ്മാ ഒരു ബോൾട്ടിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ഇക്വേഷൻ. അവിടെ ലോഡിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റിസൾട്ടൻ്റ് ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഡിവൈഡഡ് ബൈ കോർ ഏരിയ വെച്ചിട്ട് നമുക്ക് കോർ ഡയാമീറ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സെൻട്രിക് ലോഡഡ് ആയിട്ടുള്ള ആ ഒരു കേസിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇനി ചെയ്യാൻ പോണത്. The figure shows the dimensions and shape of a crane runway bracket designed to carry a load of 20 kN. The bracket is fastened to the roof truss
by means of 4 bolts. Determine the size of the bolts for the design stress of bolt not to exceed 50 megapascal. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ലോഡ് ബോൾട്ടിൻ്റെ ആക്സിസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കേസാണ് പറയുന്നത്. ദെൻ ഇവിടെ ഒരു ക്രെയിൻ റൺവേ ബ്രാക്കറ്റാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോണത് ബോൾട്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രസ് ഉണ്ട്, റൂഫ് ട്രസ് ഉണ്ട്. ആ ഒരു ട്രസ്സിലേക്ക് നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് പിടിപ്പിക്കണം. ഒരു ക്രെയിൻ ഈ ഒരു ബ്രാക്കറ്റിൽ സപ്പോർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ ഫിക്സ് ചെയ്യുന്നത്. ക്രെയിൻ്റെ റൺവേ ഒരു നീളത്തിലുള്ള ഒരു ബാറ് ഇതിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് വയ്ക്കണം. ദെൻ അവിടെ വരുന്ന ആ ഒരു നീളത്തിൽ ഒരു റൺവേ ബാറ് പിടിപ്പിക്കുമ്പോഴുള്ള ലോഡാണ് 20 kN ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 4 ബോൾട്ടുകളാണ് ഇതിന് വേണ്ടി വരുന്നത്. 4 ബോൾട്ടുകൾ വെച്ചിട്ടാണ് ഇത് ട്രസ്സിലേക്ക് പിടിപ്പിക്കാൻ പോകുന്നത്. ദെൻ ഒരു ബോൾട്ടിനുള്ള ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് 50 MPa ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഡയമെൻഷൻസ് ഇപ്പോൾ ശരിക്കും ഇത് ഒരു സ്ക്വയർ ബേസ് ആണ് ഇതിന് വരുന്നത്. ഒരു സൈഡ് 500 mm, അപ്പോൾ ബാക്കിയുള്ള സൈഡൊക്കെ 500 mm തന്നെയാണ്. ദെൻ ഇതിൻ്റെ എഡ്ജിൽ നിന്ന് ഒരു ബോൾട്ട് ഇടാനായിട്ട് അവിടെ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഹോളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഗ്യാപ്പ്, ആ ഒരു ഡിസ്റ്റൻസ് 50 mm ആണ് തന്നിട്ടുണ്ട്. അതേപോലെ രണ്ട് ബോൾട്ട് ഹോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 400 mm ആണ് തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഈ ഡയമെൻഷൻസ്, അതായത് ഒരു എഡ്ജിൽ നിന്ന് ഇതിൻ്റെ ഒരു സർഫസിലേക്ക് 100 mm വരുന്നുണ്ട്. ദെൻ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് 200 mm വരുന്നുണ്ട്. ദെൻ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗിവൺ ഡാറ്റ നമുക്കൊന്നും കൂടി നോക്കാം. ലോഡ് എന്ന് പറയുന്നത് 20 kN ആണ്. ദെൻ ബോൾട്ടുകളുടെ ഡിസൈൻ സ്ട്രെസ് എന്നുള്ളത് 50 MPa ആണ്. ദെൻ നമ്പർ ഓഫ് ബോൾട്ട് എന്നുള്ളത് 4, സ്മോൾ ലെറ്റർ n എന്നുള്ളത് 4 ആണ്. ദെൻ നമ്മൾ ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് L1, L2, ദെൻ ക്യാപിറ്റൽ L എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോബ്ലത്തിലും ഈ ഒരു കേസിലും എന്താണ്, ഇവിടെയാണ് നമ്മുടെ എ എന്ന് പറയുന്ന എഡ്ജ് വരിക. ഓക്കെ, ഈ ഒരു എഡ്ജിൻ്റെ സപ്പോർട്ടിലാണ് ഇത് ടേൺ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ഈ ഒരു ലോഡ് കാരണം ഇതിനൊരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ടേൺ ചെയ്യുന്നത് ഈ ഒരു കോർണർ സീലിങ്ങിൽ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രസ്സുമ്മ സപ്പോർട്ട് ചെയ്തിട്ട് ടേൺ ചെയ്യുന്ന രീതിയിലാണ് ഇത് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഓരോ ബോൾട്ട് ലൈനിലേക്കും അതേപോലെ ഈ ഒരു ലോഡിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് L1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് 50 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു എഡ്ജിൽ നിന്ന് ഈ ഒരു ബോൾട്ട് ലൈനിലേക്കും വരുന്നത്. അതേപോലെ രണ്ടാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു എഡ്ജിൽ നിന്ന് ഇവിടെ ഒരു 50 ഉണ്ട്, ദെൻ ബാക്കി 400 ഉണ്ട്. അങ്ങനെ മൊത്തം 450 mm L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, L1 50, ദെൻ L എന്ന് പറയുന്ന ക്യാപിറ്റൽ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 500 mm ഉണ്ട്, ദെൻ ഒരു 100 mm ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ കൂടി വെച്ചിട്ട് നമുക്കിവിടെ 600 mm കിട്ടി. ഓക്കെ, അപ്പോൾ ബോൾട്ടിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ദെൻ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സെൻട്രിക് ലോഡിംഗ് കേസാണ്. ആൻഡ് ദ ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ടിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു റിസൾട്ടൻ്റ് ലോഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടെൻസൈൽ ലോഡിൻ്റെയും ഒരു സെക്കൻഡറി ടെൻസൈൽ ലോഡിൻ്റെയും സമ്മായിട്ടാണ് റിസൾട്ടൻ്റ് ലോഡ് വരിക. ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് കണ്ടുപിടിക്കുന്നത് W/N, ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന എക്സെൻട്രിക് ലോഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്. അതേപോലെ സെക്കൻഡറി ടെൻസൈൽ ലോഡ് കിട്ടണമെങ്കിൽ സ്മോൾ w ഇൻറ്റു L2. ഓക്കെ, അപ്പം ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ടേം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ L2 എന്ന് പറയുന്ന ടേമും അറിയണം. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് F1 ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ W/N എന്ന് സിമ്പിളായിട്ട് ചെയ്യാം. ഡബ്ല്യുവിൻ്റെ വാല്യൂ 20 kN, ക്യാപിറ്റൽ W എന്നുള്ളത് 20 kN, സ്മോൾ n എന്നുള്ളത് നമ്പർ ഓഫ് ബോൾട്ട് എന്നുള്ളത് 4. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F1 എന്ന് പറയുന്ന ഡയറക്റ്റ് ടെൻസൈൽ ലോഡിൻ്റെ വാല്യൂ 5000 N കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ സ്റ്റെപ്പ് 2ൽ നമ്മൾ സെക്കൻഡറി ടെൻസൈൽ ലോഡ് F2 എന്ന് പറയുന്ന ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡറി ടെൻസൈൽ ലോഡിൻ്റെ ഇക്വേഷൻ, F2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് W ഇൻറ്റു L2 ആണ്. W കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ക്യാപിറ്റൽ W ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ. ദെൻ നമുക്കിവിടെ എല്ലാ വാല്യൂസും ക്യാപിറ്റൽ W ഉണ്ട്, L ഉണ്ട്, L1 L2 ഒക്കെ ഉണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്ത് 29.268 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്നുള്ളത് കൊണ്ടാണ് യൂണിറ്റ് ന്യൂട്ടൺ പെർ MM എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 29.268 എന്നാണ് അതിൻ്റെ വാല്യൂ. ദെൻ F2 എന്ന് പറയുന്ന ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം. W കിട്ടി, L2 നമുക്ക് അറിയാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13,170.6 ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറി ടെൻസൈൽ ലോഡ് F2. ഓക്കെ, അപ്പോൾ F1 അറിഞ്ഞു, F2 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ബോൾട്ട് സൈസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം റിസൾട്ടൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. F1 F2 അറിയാം. അത് വെച്ചിട്ട് 18,170.6 ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ലോഡ്. ഓക്കെ, ദെൻ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോൾട്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോൾട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? സെയിം മെത്തേഡ് തന്നെയാണ്. ടെൻസൈൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലോഡ് Fൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ റിസൾട്ടൻ്റ് ലോഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ കോർ ഏരിയ എന്നുള്ളത് π/4 DC സ്ക്വയർ ആണെന്നറിയാം. അതേപോലെ കോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.84 ടൈംസ് ഓഫ് നോമിനൽ ഡയമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ പിന്നെയുള്ള ഒരു കാര്യം, നമുക്ക് ഇവിടെ ഡിസൈൻ സ്ട്രെസ്സ് സിഗ്മ T എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. നമുക്കിവിടെ ആ ഒരു സ്ട്രെസ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള വാല്യൂസ് ഇല്ല. അതേസമയം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡിസൈൻ സ്ട്രെസ്സ് അല്ലെങ്കിൽ അലൗബിൾ സ്ട്രെസ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ അലൗബിൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഡിനോമിനേറ്ററിലെ 4 നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് പോയി. ദെൻ പൈ എന്നുള്ളത് 3.14 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അലൗബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടി. കോർ ഡയാമീറ്റർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 into 18,170.6 ഡിവൈഡ് ബൈ 3.14 into 50. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോർ ഡയാമീറ്റർ 21.516 mm എന്നാണ് കിട്ടുക. ദെൻ അതിൽ നിന്ന് നോമിനൽ ഡയാമീറ്റർ കോർ ഡയാമീറ്റർ ഡിവൈഡഡ് ബൈ 0.84 ചെയ്യുമ്പോഴത്തേക്കും 25.614 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആണ് നമ്മുടെ നോമിനൽ ഡയാമീറ്റർ വന്നത്. ദെൻ ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 25 mm എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ബോൾട്ട് ഡയാമീറ്റർ ആണ്. ദെൻ അടുത്ത ഒരു സൈസ് ഫസ്റ്റ് ചോയ്സിൽ വരുന്ന അടുത്ത ഒരു ബോൾട്ടിൻ്റെ നോമിനൽ ഡയാമീറ്റർ ആയിട്ട് വരുന്നത് 30 mm ആണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ ബുക്കിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ചുമ്മാ റൗണ്ട് ചെയ്യല്ല, ഡാറ്റ ബുക്കിലത്തെ വാല്യൂവിൻ്റെ ബേസിൽ സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ 30 mm ആയിട്ട് റൗണ്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ M30 ബോൾട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ബോൾട്ടായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ പിച്ചിൻ്റെ വാല്യൂ നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം കോഴ്സ് പിച്ചാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് M30 ബോൾട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ ബാക്കി കണ്ടീഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ബോൾട്ട് ആക്സിസ്, ആ ഒരു കേസ്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, മെയിൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ദെൻ ഒരു പ്രോബ്ലം ചെയ്തത് നോട്ടിൽ ചെയ്ത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.